ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലും വരാൻ പോകുന്ന ജിഗാ ഫാക്ടറികളെക്കുറിച്ചുള്ളതാണ്. പ്രകൃതിയുടെ വരദാനമെന്നോണം കാറ്റും സൂര്യനും വെള്ളവും നമുക്ക് കനിഞ്ഞു തരുന്ന ഊർജം സംഭരിക്കാൻ ആവശ്യമുള്ള സംവിധാനം ഇതുവരെ നമ്മൾ കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. ജിഗാ ഫാക്ടറികൾ അതിനുള്ള പരിഹാരം ഓതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ തന്നെ പലരും ഒരുപാട് പൈസ ചെലവഴിച്ചുകൊണ്ട് റൂഫ് ടോപ്പ് പാനൽ വെച്ച് വർഷക്കാലത്ത് ഒട്ടും ചുടുവെള്ളം കിട്ടുന്നില്ല എന്ന പരാതി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം 6 മാസം സുലഭമായി നമുക്ക് ലഭിക്കുന്ന സൂര്യതാപം സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മളിലില്ല എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമോതാൻ ജിഗാ ഫാക്ടറികൾ കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ജിഗാ ഫാക്ടറി വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സഹൃദയരെ, ഞാൻ P.Manikandhanനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ ക്ലീൻ എനർജിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള എലോൺ മസ്ക് പറയുന്നത് 100 ജിഗാ ഫാക്ടറികൾ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ക്ലീൻ എനർജിയിലേക്ക് മാറ്റാം എന്നാണ്. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, അല്ലേ? എന്നാൽ ഒരത്ഭുതവുമില്ല, അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 ജിഗാ ഫാക്ടറികളാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്ത് പണിത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു ജിഗാവാട്ട് അവർ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ജിഗാവാട്ട് എന്ന് പറയുന്നത് 1 ബില്യൺ വാട്ട്സ് ആണ്. അങ്ങനെയുള്ള 35 ജിഗാവാട്ട്സ് പവറാണ് ഒരു സിംഗിൾ ഫാക്ടറിയിൽ നിന്ന് മസ്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ എനർജിയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്. ജിഗാ ഫാക്ടറികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിലും നമുക്ക് ആ റിസോഴ്സ് വളരെയധികം ലഭ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ വീഴുന്ന സൂര്യതാപം കൊണ്ട് നമുക്ക് കിട്ടുന്നത് 1000 വാട്ട്സ് വൈദ്യുതിയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഭൂമിയുടെ പ്രതലത്തിൽ വീഴുന്ന സൂര്യതാപം വെറും 2 മണിക്കൂർ നിങ്ങൾക്ക് സംഭരിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ മൊത്തം ലോകത്തിന് 1 കൊല്ലത്തേക്കുള്ള എനർജി കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊരു വലിയ പ്രതിഭാസമല്ലേ! ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ജിഗാ ഫാക്ടറികൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ചൈനയും ജപ്പാനും അമേരിക്കയും ജർമ്മനിയുമെല്ലാം ജിഗാ ഫാക്ടറിയുടെ പാതയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയും ആ പാത പിന്തുടരുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ലോകത്ത് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും വലിയ ഒരു സോളാർ പാർക്ക് തന്നെ നിർമ്മിച്ചത്. 2 ജിഗാ വാട്ട്സ് കപ്പാസിറ്റിയാണ് ആ സോളാർ പാർക്കിനുള്ളത്. പക്ഷേ എന്തായാലും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സംഭരിക്കാൻ ആവശ്യമുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ അത്രയൊന്നും ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ജിഗാ ഫാക്ടറികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരിക്കില്ല. ഇനി എന്താണ് ജിഗാ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ ജിഗാ ഫാക്ടറി ഉദ്ദേശിക്കുന്ന ടെക്നിക്സ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം $5 ബില്യൺ ജിഗാ ഫാക്ടറിക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി. അപ്പോൾ $500 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 crores ഇന്ത്യൻ റുപ്പീസാണ് വരിക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
ഈ ഫാക്ടറിയുടെ വലിപ്പം എത്രയുണ്ടെന്നും എത്ര വലിയൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് ജിഗാ ഫാക്ടറികൾ രംഗം ചെയ്യാൻ പോകുന്നത് എന്നും. ഇനി ഈ ഫാക്ടറി നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 3200 ഏക്കർ ഭൂമിയാണ്. കേട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ എത്രയോ തരിശ് നിലങ്ങളുണ്ട്. വരൾച്ച കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത എത്രയോ തരിശ് നിലങ്ങളുണ്ട്. അതുപോലെ തന്നെ മരുപ്രദേശങ്ങളുണ്ട്. ഇവയൊക്കെ നമുക്ക് ജിഗാ ഫാക്ടറിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു പൊല്യൂഷനും ജിഗാ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള ജിഗാ ഫാക്ടറിയുടെ വരവ് ഇന്ത്യയെ സംബന്ധിച്ചോളം തികച്ചും ശുഭോദർക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി പവർ സ്റ്റോർ ചെയ്യാൻ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ട്രഡീഷണൽ ടെക്നിക്സ് മാറ്റിവെച്ചുകൊണ്ട് ആധുനികമായിട്ടുള്ള സംവിധാനമാണ് ജിഗാ ഫാക്ടറികളിൽ എനർജി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന്. അതായത് ട്രഡീഷണൽ പ്രാക്ടീസായിട്ട് നാം ചെയ്തു വരുന്നത് ലെഡ് ആസിഡ് ബാറ്ററി മേക്കിംഗ് ആണ്. എന്നാൽ ജിഗാ ഫാക്ടറിയിൽ ചെയ്യുന്നത് ലിത്തിയം അയോൺ ബാറ്ററീസാണ്. ഈ രണ്ട് ബാറ്ററികളും തമ്മിൽ വളരെയധികം അന്തരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ അന്തരം എന്താണെന്ന് ചോദിച്ചാൽ ജിഗാ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിത്തിയം അയോൺ ബാറ്ററിക്ക് യൂസേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ ബാറ്ററി ആയിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഏകദേശം 50% യൂസേജ് കപ്പാസിറ്റി ഉള്ളുവെങ്കിൽ ലിത്തിയം ബാറ്ററിക്ക് അത് ഏകദേശം 85%. മറ്റൊരു സവിശേഷത, ലിത്തിയം ബാറ്ററി റീചാർജബിൾ ആണ്. ആസിഡ് ബാറ്ററി റീചാർജബിൾ അല്ല. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം, ലിത്തിയം ബാറ്ററിയുടെ ഡിസ്ചാർജിങ് കപ്പാസിറ്റി, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് വളരെ കൂടുതലാണ്. എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് അത് വളരെ കുറവാണെന്ന് പറയാം. പിന്നെ ലിത്തിയം ബാറ്ററിക്ക് പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്നാൽ ആസിഡ് ബാറ്ററിക്ക് പൊല്യൂഷനുണ്ട്. ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ലിത്തിയം ബാറ്ററിയുടെ ലൈഫ് സ്പാനും അതുപോലെ തന്നെ എഫിഷ്യൻസിയും വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇത്രയുമാണ് ജിഗാ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനെക്കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെക്കുറിച്ചും പ്രോജക്റ്റിനെക്കുറിച്ചും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചും നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തൊക്കെയായാലും ജിഗാ ഫാക്ടറി ലോകത്തിൻ്റെ മുഴുവൻ മുഖം മാറ്റിയെഴുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ടെസ്ല കാറിൻ്റെ ഭാഗമെന്നോണം ഒരു ജിഗാ ഫാക്ടറി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്ന് നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ജിഗാ ഫാക്ടറികൾ ഇന്ത്യയിൽ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോളാർ പാനലുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വകാര്യ ആവശ്യത്തിനു കൂടിയുള്ള എനർജി സ്വന്തം വീട്ടിൽ ബാറ്ററികളിൽ സംഭരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ മലയാളിയുടെ ഇപ്പോഴത്തെ കരച്ചിൽ നമുക്ക് ഇല്ലാതാക്കാനും കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പറയുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ തൽക്കാലം വിടാം.